പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. FCRA നിയമ ഭേദഗതി അടക്കം 6 ബില്ലുകൾ ഈ സമ്മേളന കാലത്ത് അവതരിപ്പിക്കും. വന്ദേമാതരത്തെ അധിക്ഷേപിച്ചാൽ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ബില്ലിന്ന് രാജ്യസഭയിൽ അമിത് ഷാ അവതരിപ്പിക്കും. പ്രതിപക്ഷത്തെ ഭിന്നതയ്ക്കിടെ കോൺഗ്രസ് വിളിച്ച ഇന്ത്യ സഖ്യയോഗം ഇന്ന് രാവിലെ ചേരും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പും നീറ്റ് പരീക്ഷാ ക്രമക്കേടും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 6 ബില്ലുകളാണ് ഈ സമ്മേളന കാലത്ത് അവതരിപ്പിക്കുന്നത്. വളരെ നിർണായകമായ ബില്ലുകളാണ് അവതരിപ്പിക്കുക. പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ വർഷകാല സമ്മേളനം എന്ന് പറയുന്നത് ഇരു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഭരണപക്ഷത്തെ ആയാലും പ്രതിപക്ഷത്തെ ആയാലും ഇക്കുറി വർഷകാല സമ്മേളനം ചേരുമ്പോൾ അവരുടെ രാഷ്ട്രീയ ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷം ചേരുന്ന ഒരു സമ്മേളനം കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്നതായാലും അതുപോലെ തന്നെ അവയ്ക്ക് അനുമതി, അതുപോലെ തന്നെ പ്രതിഷേധം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയ ഘടനയിലുണ്ടായ വ്യത്യാസം കൂടി പ്രതിഫലിച്ച് കാണാൻ കഴിയും ഇക്കുറിയുള്ള വർഷകാല സമ്മേളനത്തിൽ എന്നുള്ളതാണ്. ഇന്ന് ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം ഓഗസ്റ്റ് 13-നാണ് അവസാനിക്കുക. സുപ്രധാനമായ നിരവധി ചർച്ചകൾക്ക്, അതുപോലെ തന്നെ ബില്ലുകൾ, ഭേദഗതികൾ, നിയമനിർമ്മാണങ്ങൾ മുതലായവയ്ക്കൊക്കെ ഈ ഒരു വർഷകാല സമ്മേളനം ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ പ്രധാനമായും 6 ബില്ലുകളാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് FCRA ചട്ട ഭേദഗതി. അതായത് വിദേശ നാണ്യ സംഭാവനകൾ സ്വീകരിക്കുന്നതിൽ ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതിൽ പറയുന്നത് പ്രകാരം ഇനി പൊതുപ്രവർത്തനം അല്ലെങ്കിൽ പൊതുവായ കാരുണ്യ പ്രവർത്തനം എന്ന ഒരു ലിസ്റ്റിൻ്റെ പേരിൽ മാത്രം സംഘടനകൾക്ക്, അതായത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളായാലും നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനുകളായാലും സഹായം സ്വീകരിക്കാൻ കഴിയില്ല. മറിച്ച് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ പെടുന്ന ചില ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ മാത്രമേ ഈ വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നൊരു ആ ചട്ടം കർശനമാക്കിക്കൊണ്ട്, അതായത് നിലവിലുള്ള ചട്ടം ഭേദഗതി ചെയ്ത് കൂടുതൽ കർശനമാക്കുന്ന ഭേദഗതിയാണ് FCRA ചട്ട ഭേദഗതി. ആ ബില്ല് ആണ് ഇന്ന് പ്രത്യേകം, എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല്. മറ്റൊന്ന് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം, അതിനെ അനാദരിക്കുന്നവർക്ക് തടവു ശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലാണ്. അത് വന്ദേ മാതരം ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തുകയോ അതുപോലെ തന്നെ വന്ദേ മാതരത്തെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ശിക്ഷാർഹമാക്കുന്ന, അതായത് തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന രീതിയിലുള്ള കുറ്റമായി കണക്കാക്കുന്ന നിയമം, അത് 1971 നിയമമാണ്. അതിനെ ഭേദഗതി ചെയ്ത് ഈ വന്ദേ മാതരത്തെ അവഹേളിക്കുന്നതിന് തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റമായി കണക്കാക്കും എന്ന രീതിയിലുള്ളൊരു ഭേദഗതി കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റൊന്നാണ് മരണ രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ വൈകിപ്പിക്കുന്നത് കർശനമായ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള പുതിയ ഭേദഗതി കൊണ്ടുവരുന്ന, അതായത് രജിസ്ട്രേഷൻ്റെ വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കുന്ന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ ആദായ നികുതി ഭേദഗതി ബില്ല്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ല്, അതുപോലെ തന്നെ മൈക്രോ MSME, അതായത് ചെറുകിട ഇടത്തരം വ്യാവസായിക സംരംഭങ്ങൾക്കുള്ള MSME വികസന ഭേദഗതി ബില്ല് എന്നിവയും ഈ ഒരു പാർലമെൻറ്റിൻ്റെ ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ സുപ്രധാനപ്പെട്ട മറ്റൊരു ബില്ലിന്മേലുള്ള റിപ്പോർട്ട്, അതായത് വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബില്ലിന്മേലുള്ള പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതി, അതായത് JPC ഇതിലൊരു സംയുക്ത റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ JPC അന്വേഷണം നടത്തിയ ശേഷമുള്ള സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ റിപ്പോർട്ടും ഇന്ന് പാർലമെന്റ് സഭയിൽ വയ്ക്കും. പ്രധാനമായും ഈ വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാനുമായി ബന്ധപ്പെട്ട് UGCയുടെ ഗ്രാൻഡ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ഫണ്ടുകളുടെ ചുമതല, ഇതുമായി ബന്ധപ്പെട്ട് വലിയ വ്യത്യാസങ്ങളും വലിയ മാറ്റങ്ങളും കൊണ്ടുവരുന്ന ബില്ലാണ് വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ. ആ ബില്ലിന്മേൽ വലിയ എതിർപ്പുകൾ ഉയർന്നിരുന്നു. അപ്പോൾ അതിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ വിലയിരുത്തൽ, സംയുക്ത പാർലമെന്ററി സമിതിയുടെ നിലപാട് എന്താണ് എന്നുള്ളതും ഇന്ന് പാർലമെന്റിൽ ഇക്കുറി ഈ ഒരു
സെഷനിൽ തന്നെ നമുക്കറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സർക്കാരിനെ വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള നിരവധി ആയുധങ്ങൾ കൂടി കിട്ടിയിട്ടുള്ള ഒരു സമയമാണ് ഇത് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിൽ കേന്ദ്രം വെട്ടിലായിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, പരീക്ഷയിലെ ക്രമക്കേടുകൾ, അതുപോലെ തന്നെ നെറ്റ് പരീക്ഷയും UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറിലെ പിശകുകൾ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവം, CJPയുടെ പ്രതിഷേധം, അങ്ങനെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ വെട്ടിലായിരിക്കവെയാണ് ഈ ഒരു വർഷകാല സമ്മേളനം വരുന്നത്. അതിന് മുകളിൽ ഒരു കൂനിന്മേൽ കുരു എന്നതുപോലെ കൂടുതൽ ആഘാതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പും. ആ സംഭാവന തട്ടിപ്പിൽ VHPയുടെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തന്നെ നേതാക്കളായിട്ടുള്ള ആളുകൾ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയും, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, മറ്റൊന്ന് ഇന്ധനവിലയിലെ വലിയ വർധനവ്, യുദ്ധത്തിൻ്റെ ഭാഗമായി ഇന്ധനവില വർദ്ധിച്ചത് പിന്നീട് അതേ നിലയിൽ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും യുദ്ധം ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനിടെ യുദ്ധം വലിയ രീതിയിൽ ഒന്ന് തണുത്തിരുന്നു. ആ സമയത്ത് ക്രൂഡ് വില കുറഞ്ഞപ്പോഴും രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും യുദ്ധം കനത്തപ്പോഴാണ് ക്രൂഡ് വില വീണ്ടും ഉയർന്നത്. പക്ഷെ അതിനിടയിലുള്ള സമയത്ത് ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. അത് ഇന്ധനവിലയുടെ കാര്യത്തിൽ മാത്രമല്ല, LPG അടക്കമുള്ള വിഷയങ്ങളിൽ വലിയൊരു ക്ഷാമം, വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അപ്പോൾ ഈ ഇന്ധന രംഗത്തെ കാര്യക്ഷമത ഇല്ലായ്മയും ഉയർത്തി കാണിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷം എന്തായാലും ഈ ഒരു സഭയിൽ ഇപ്പോൾ ഈ ഒരു സർവകക്ഷി യോഗത്തിലടക്കം തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയവും സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യനില ഇത്രത്തോളം വഷളായിട്ടും കേന്ദ്ര സർക്കാർ അതിലൊരു ഇടപെടലും നടത്താതിരുന്നതും പാർലമെൻറ്റിൽ ഉന്നയിച്ചേക്കും എന്നും കരുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കുകയും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ സഭ സ്തംഭിപ്പിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രതിപക്ഷം സഭ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വർഷകാല സമ്മേളനത്തിൽ BJP അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് 3/2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് BJP അല്ലെങ്കിൽ NDA എന്നുള്ളതാണ്. കാരണം 3/2 ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രം പാസ്സാക്കി എടുക്കാവുന്ന വളരെ തന്ത്രപ്രധാനമായ ചില ബില്ലുകൾ കൂടി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതിലൊന്നാണ് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന വനിതാ സംവരണ ബില്ല്. ആ വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ എതിർത്തിരുന്നു. NDA പക്ഷത്തു നിന്ന് തന്നെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മണ്ഡല പുനർനിർണയം നടത്തണമെങ്കിൽ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കണം. വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കിയ ശേഷം വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനായി പുതിയ വാർഡുകൾ, പുതിയ മണ്ഡലങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒരു മണ്ഡല പുനർനിർണയം നടത്തുക എന്നുള്ളതാണ് NDAയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി 360 എന്നുള്ള ഒരു മാജിക് അക്കത്തിലേക്ക് എത്താനാണ് NDA ശ്രമിക്കുന്നത്. നിലവിൽ തന്നെ ഈ മാറി മറിഞ്ഞ രാഷ്ട്രീയ സമവാക്യങ്ങൾ മൂലം, അതായത് തൃണമൂൽ പക്ഷത്തു നിന്നുള്ള വിമത MP-മാർ, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് NDAയിലേക്ക് പോയ MP-മാർ, ശിവസേനയിൽ നിന്ന് NDAയിലേക്ക് പോയ MP-മാർ എന്നിങ്ങനെ ഏതാണ്ട് 26ഓളം MP-മാർ NDAയ്ക്ക് അധികമായി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. TMCയുടെ MP-മാർ പാർലമെൻറ്റിൽ വ്യത്യസ്തമായി ഇരിക്കാൻ അനുവാദമൊക്കെ തേടിയിരുന്നു. അപ്പോൾ ഈ പാർലമെൻറ്റിൽ ഇപ്പോൾ നിലവിൽ NDAയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലുണ്ടായിരുന്ന അംഗസംഖ്യയിൽ നിന്ന് 27ഓളം പുതിയ MP-മാർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അത്രയും MP-മാർ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള കുറവ് കൂടിയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം, അംഗസംഖ്യയിൽ വലിയൊരു മുൻതൂക്കം NDAയ്ക്ക് നേടാനായിട്ടുണ്ട്. കൂടുതൽ ആളുകളുടെ പിന്തുണ കൂടി ഉറപ്പിക്കുക എന്നതാണ് NDAയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ ലക്ഷ്യമിടുന്നത്. അതുകൂടി സംഭവിക്കുക, അതായത് ഈ അംഗബലം കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ 3/2 ഭൂരിപക്ഷം എന്നതിലേക്ക് NDAയ്ക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും അടക്കമുള്ള ബില്ലുകൾ പാസ്സാക്കി എടുക്കാനും NDAയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം മുന്നോടിയായാണ് ഇപ്പോൾ ഏത് രീതിയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കണം എന്നത് ചർച്ച ചെയ്യാൻ
അവതരിപ്പിക്കാനാണ് സർവകക്ഷി യോഗം ഇന്ത്യ മുന്നണി യോഗം വിളിച്ചിരിക്കുന്നത്. തങ്ങളുടെ എല്ലാ ഘടകകക്ഷികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ്. പക്ഷേ ആം ആദ്മിയും അതുപോലെ തന്നെ DMKയും നേരത്തെ തന്നെ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രവണത കാണിച്ചിരുന്നു. ഇപ്പോൾ DMK എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. പക്ഷേ DMK പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ, അതായത് മണ്ഡല പുനർനിർണയത്തിലും സ്ത്രീ സംവരണത്തിലും എല്ലാം തന്നെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് തന്നെയാണ് DMK സ്വീകരിക്കുന്നത്. എങ്കിലും DMK ചില പ്രാദേശികമായിട്ടടക്കമുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ശരി, വ്യക്തമാണ്. എന്തായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാണ്. FCRA നിയമ ഭേദഗതി അടക്കം 6 നിർണായകമായ ബില്ലുകൾ ഈ ഒരു സമ്മേളന കാലത്ത് അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വന്ദേ മാതരത്തെ അധിക്ഷേപിച്ചതിൽ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ബില്ല് ഇന്ന് രാജ്യസഭയിൽ അമിത്ഷാ അവതരിപ്പിക്കും. എന്തായാലും പ്രതിപക്ഷത്തെ ഭിന്നതയ്ക്കിടെ കോൺഗ്രസ് വിളിച്ച ഇന്ത്യ സഖ്യയോഗവും ഇന്ന് രാവിലെ തന്നെ ചേരും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പും നീറ്റ് പരീക്ഷാ ക്രമക്കേടും ഒക്കെ ഇന്നത്തെ സഭയിൽ ഉന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ CJPയുടെ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ബാരിക്കേഡൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.